പിണറായി സർക്കാരിൻ്റെ കാലത്ത് പാർട്ടിക്ക് സർക്കാരിൽ നിയന്ത്രണമുണ്ടായിട്ടില്ല എന്ന് സംബന്ധിച്ച് CPIM തോൽവിക്ക് കാരണം ഏകോപനമില്ലായ്മയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രചാരണം പിണറായി വിജയനിൽ മാത്രം കേന്ദ്രീകരിച്ചത് വ്യക്തിഹത്യ തടയാൻ പ്രതിപക്ഷത്തിന് ആയുധമായി എന്ന് റിപ്പോർട്ട് പറയുന്നു. പോലീസിനും ഉദ്യോഗസ്ഥർക്കും വ്യക്തിഹത്യ നടത്താൻ പ്രതിപക്ഷത്തിന് ആയുധമായി എന്ന് പറയുന്നു. പോലീസിനും ഉദ്യോഗസ്ഥർക്കും സ്വേച്ഛാധിപത്യ സ്വഭാവമായിരുന്നു എന്ന് വിമർശിക്കുന്ന റിപ്പോർട്ട്. സ്വജനപക്ഷപാതവും ആഡംബരവും ഒരു വിഭാഗം നേതാക്കളെയും അണികളെയും ബാധിച്ചു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്. അർജുൻ രാജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. അർജുൻ, ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ നേതൃത്വത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തലുകൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള വിലയിരുത്തലുകളല്ലേ യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്? അതിൻ്റെ വിശദാംശങ്ങളല്ലേ നമ്മുടെ മുന്നിലുള്ളത്, അല്ലേ? സനീഷ്, സംസ്ഥാനത്തെ തോൽവിയിൽ ഇത്രയും കടുപ്പിച്ചിട്ടുള്ള വിമർശനം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു തരത്തിൽ ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്ന നിലയാണ് സംസ്ഥാന നേതൃത്വം, CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്ന് വിലയിരുത്തിയതെങ്കിൽ കുറെ കൂടി കടുപ്പിക്കുന്ന സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന നിലയിലേക്കാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കേന്ദ്ര കമ്മിറ്റി തന്നെ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. അതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ സർക്കാരിന് മേൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഈ സർക്കാരിനെ നിരീക്ഷിക്കാൻ പാർട്ടിയുടെ സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ നിയന്ത്രണത്തിലും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ കാലത്ത് അങ്ങനെ ഒരു ഏകോപനം സംസ്ഥാന സർക്കാരും പാർട്ടിയും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. അത് തോൽവിക്ക് പ്രധാന കാരണമായി എന്നാണ് കേന്ദ്ര കമ്മിറ്റി വിമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി ആ വിമർശനം പ്രധാനമായും ഉണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളെ വിമർശിക്കുന്ന റിപ്പോർട്ടാണ് കേന്ദ്ര കമ്മിറ്റിയുടേത്. അത് ഒന്നാമത്തേത്, പൊതുവേദികളിലും വാർത്താ സമ്മേളനങ്ങളിലും ഒക്കെ നേതാക്കൾക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. അത് ലക്ഷ്യം വയ്ക്കുന്നത് MV ഗോവിന്ദൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളിലെ പിശകുകളും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളുമാണ്. അതോടൊപ്പം തന്നെ പൊതുവേദികളിലുള്ള നേതാക്കളുടെ പരാമർശം അത് പിന്നീട് വലിയ വിവാദമായി. അതിൽ ഒന്നാമത്തേത് പിണറായി വിജയൻ വേദികളിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്. അത് നേരിട്ട് പറയുന്നില്ലെങ്കിലും അത് കേന്ദ്ര കമ്മിറ്റിയിൽ അത് സൂചന നൽകുന്നത് ഈ പറഞ്ഞ നേതാക്കളെയാണ്. അതോടൊപ്പം തന്നെ മന്ത്രി ആയിരുന്ന VN വാസവൻ യോഗി ആദിത്യനാഥിൻ്റെ പരാമർശം അത് വായിച്ചത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു. BJP LDF ഡീലുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു അത്തരത്തിലൊരു പരാമർശം. ആ വിവാദങ്ങൾക്ക് ചൂടുപിടിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി കേന്ദ്ര കമ്മിറ്റി പറയുന്നത്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി PM-ശ്രീ വിഷയങ്ങൾ, ഇതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഈ പറയുന്ന BJP ഡീൽ അതിനെ കൂടുതൽ പ്രതിപക്ഷത്തിന് ഗുണകരമാക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവലോകന റിപ്പോർട്ടിൽ വരാത്ത പരാമർശമുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിലൊരു പരാമർശമോ അങ്ങനെ ഒരു വിലയിരുത്തലോ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല. നേതാക്കൾക്ക് വലിയ അഹങ്കാരവും അഴിമതിയും ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തുന്നുണ്ട്. സ്വജനപക്ഷപാതവും ആഡംബരവും ഒരു വിഭാഗം നേതാക്കളെയും അണികളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് KK ശൈലജയെ മാറ്റി മറ്റൊരു മണ്ഡലത്തിലേക്ക് മത്സരിപ്പിച്ചത് തിരിച്ചടിയായി എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. മറ്റെല്ലാ സിറ്റിംഗ് MLA-മാരെയും അതേ സ്ഥലത്ത് തന്നെ മത്സരിപ്പിച്ചപ്പോൾ ശൈലജ ടീച്ചറെ മാത്രം മറ്റൊരിടത്തേക്ക് മാറ്റിയത് എന്തിന് എന്നുള്ള ചോദ്യം ജനങ്ങളിൽ നിന്ന് ഉയർന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ വിശദീകരിക്കാൻ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടുവെന്നും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. സനീഷ്, ശരി, നന്ദി അർജുൻ വിവരങ്ങൾക്ക്.